പത്രങ്ങളുടെ അധാർമികതയൊക്കെ ആയിട്ട് ആളുകൾ പറയണ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് വാർത്ത ഉണ്ടാക്കും എന്നൊക്കെയാണ്. അതായത് കുറച്ച് കൂട്ടും, അതല്ലേ മസാല എന്നൊക്കെ പറയുന്നത്. ഈ നമ്മുടെ അങ്ങനത്തെ നമുക്ക് ചില സുഹൃത്തുക്കളുണ്ടാവും, നമ്മൾ ഒറിജിനൽ ആയിട്ട് ഒരു കാര്യം പറയും, അതിനുശേഷം അവരുടെ വേർഷൻ കുറച്ച് കയ്യിൽ നിന്ന് കുറച്ച് കയറ്റിയിട്ട് വേറെ സ്ഥലത്ത് പറയും. അങ്ങനത്തെ ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടോ? അങ്ങനെ അങ്ങനെ ഇല്ല. പിന്നെ ഈ പറയുന്നത് ചെന്ന് പറയുമ്പോൾ അങ്ങനെ എനിക്കങ്ങനെ വലിയ അനുഭവങ്ങളൊന്നുമില്ല. നമ്മൾ പിന്നെ ഈ പൊടുപ്പും തൊങ്ങലും വെച്ച് അങ്ങനെ ഇപ്പോൾ വേണ്ട ഷമീറൊക്കെ നമ്മളാണ്, നമുക്ക് 10 പറഞ്ഞാൽ 8 പറയും. അഖിലാണ് ഇങ്ങനെ കുറച്ച് കൈന്നിട്ട് പറയുന്നത്. അത് സിറ്റുവേഷൻ രക്ഷപ്പെടാൻ വേണ്ടി. അതങ്ങനെയല്ല ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളിപ്പോ കള്ളക്കഥ ഉണ്ടാക്കി ഒരു സ്കിറ്റിന്റെ പോയി പറയണം, നാളെ ഷൂട്ടായിരിക്കും, സംഭവം പേപ്പറിൽ ഒന്നും കാണൂല, പക്ഷെ നമ്മൾ പറഞ്ഞടിച്ചിടും. ഇങ്ങനെ വന്നിട്ട് നമ്മൾ തന്നെ ചിരിക്കുമ്പോൾ അവർക്ക് തോന്നും എന്തോ വലിയ സംഭവമാണ് വരാൻ പോണ, അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാറുണ്ട്. അല്ലാതെ നമ്മൾ മറ്റൊരാൾക്ക് ദോഷമാവുന്ന ഇത് പറയില്ല. അത് എൻ്റെ ലൈഫിൽ നമ്മൾ സ്കിറ്റ് അങ്ങനത്തെ പരിപാടികളൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പണ്ട് നമ്മൾ മിടുക്കനാണെന്ന് പറയും ആൾക്കാർ. അങ്ങനെ രക്ഷപ്പെട്ട സന്ദർഭങ്ങളൊക്കെ പിന്നെ ഉള്ള നാളെ ഷൂട്ടായിരിക്കും, തലേ ദിവസം സ്കിറ്റ് നമ്മുടെ ഗ്രൂമർമാരും ഡയറക്ടർമാരും സ്കിറ്റ് എന്താണ് ചെയ്യാൻ പോണെന്ന് പറയാൻ പറയും. ഒന്നും കാണൂല, നാളെ നമ്മളെവിടെയും പരിപാടിയെ കഴിഞ്ഞിട്ട് കണ്ണും പൂത്തൊന്നും ഇരിക്കുകയായിരിക്കും. അപ്പോൾ പറയും അടുത്ത ചെയ്യാൻ പോണ സ്കിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഇങ്ങനെ ഒന്നും പറഞ്ഞ് അടിച്ചങ്ങിടും. അപ്പോൾ ഇവരിത് കേൾക്കുമ്പോൾ മൊത്തത്തിൽ ഒരു ആനമയിലൊട്ടകം കൊള്ളാം പറയും. പിന്നെ പിറ്റേന്ന് അവിടെ വന്ന് പിന്നെ വരെ നടത്തുന്നത് അത്രയേ ഉള്ളൂ.